ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ലക്നൗ. അങ്ങനെ അവസാനം ചെന്നൈ 200 ചേസ് ചെയ്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് 200 ചേസ് ചെയ്തു സുഹൃത്തുക്കളെ. അയ്യോ, വൻ കളിയായിരുന്നു, കിടുക്കളിയായിരുന്നു, അങ്ങനെയൊന്നും പറയാനില്ല. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. മറ്റേ ലക്നൌവിന്റെ ദാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവസാന ഓവർ മറ്റേ സ്പിന്നറിന് കൊടുത്തോണ്ട് ജയിച്ചു, ഇല്ലെങ്കിൽ തോറ്റുണ്ടാവും. ആദ്യം ഊർവിൽ പട്ടേൽ. എടേ, ഈ തങ്കപ്പെട്ടിനെയാണ് ആ ബെഞ്ചിൽ തുണി ഉണക്കാട്ടുണ്ടായിരുന്നത്. ആ ആയുഷ് മാത്രയ്ക്ക് ഇഞ്ചുറി പറ്റിയോണ്ട് മാത്രമാണ് ഈ ചങ്ങായിക്ക് കളിക്കാൻ ഒരു ചാൻസ് തന്നെ കിട്ടിയത്. CSK മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫേ നമിച്ചു. എന്താ കളി! ഏതൊരു T20 പ്ലെയറിന്റെയും ഒരു ഡ്രീം ഇന്നിങ്സ് എന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. മഴ പെയ്തു ചെന്നൈയിൽ, സിക്സർ മഴ. ആരാണ് ആർച്ചാമി ഡൂബെ, തേങ്ങാ പിണ്ണാക്ക്. ഈ ചെറുക്കനെ വിളിക്ക് സിക്സർ കിങ് ആർച്ചാമി, വണി 100 ചാമി എന്ന് വിളിക്ക്. ഇതൊക്കെ ആയിരിക്കുന്ന കളി. എന്താ അത്? സിക്സ് 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 മാത്രം. എല്ലാത്തിനും ഇട്ട് പൂശി. ആ ദിഗ്വേജ് റാത്തെ ഇട്ട് പൂശി, ആവേശ് ഖാനിന് ഇട്ട് പൂശി, എല്ലാത്തിനും ഇട്ട് പൂശി. ഷമിക്ക് വരെ കൊടുത്തു. ഇതായിരിക്കണം ഒരു T20 പ്ലെയറിന്റെ ഇന്റന്റ്. ഇതാണ് CSK ലാക്കിയത്. 203 ചേസ് ചെയ്യാൻ ഇറങ്ങിയ CSKക്ക് നല്ല സ്റ്റാർട്ടാണ് കിട്ടിയത്. എസ്പെഷ്യലി സഞ്ജു ആൻഡ് ഋതുരാജ്. അവരെ കൊണ്ട് പറ്റുന്ന അവർ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ജു മറ്റേ ദിഗ്വേജ് റാത്തിക്ക് നല്ല 2 പട്ട കൊടുത്തു. തിരിച്ച് അണ്ണന്റെ കുറ്റി ദിഗ്വേജ് റാത്തി എടുത്തു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം 200ന്റെ മുകളിൽ പോയി, 180ന്റെ മുകളിൽ പോയേ അടിക്കാൻ പറ്റാത്ത ടീമാണ്. നല്ല പേടി ഉണ്ടായിരുന്നു. ഊർവിൽ പട്ടേൽ വന്നു, ഫസ്റ്റ് ബോൾ സിംഗിൾ ഇട്ടു. പിന്നീട് നടന്നത് ചരിത്രം. അടിയിട്ട് ഇട്ടിട്ട് വെട്ടി പൂരം. എന്താ അടി! പീക്ക് ഇന്നിങ്സ് ആയിരുന്നു, പീക്ക് എന്റർടൈൻ ആയിരുന്നു. അപ്പുറത്ത് ഇംഗ്ലീഷ് അടിക്കുന്ന സമയത്ത് അവര് ആലോചിക്കണായിരുന്നു ഇപ്പുറത്ത് വേറെ മുതലുണ്ട് എന്ന്. കുറെ കളിയായിട്ട് ഊർവിൽ പട്ടേൽ ഇതിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2-3 സിക്സ് അടിക്കുമ്പോഴേക്കും അണ്ണൻ ഔട്ട് ആവും. ഒരു 10-20 ബോൾ ഈ ചങ്ങായി ക്രീസിൽ നിന്നുണ്ടെങ്കിൽ കളിയുടെ ഗതി തന്നെയാണ് മാറ്റും. 6 ഓവർ 97 എത്തിച്ചു. അതായത് ഏകദേശം 8 ഓവർ 120 എന്തോ എത്തി. എന്നിട്ട് തൂറി തോക്കണ അവസ്ഥയിൽ എത്തി ലാസ്റ്റ് ഓവർ. അത്രയും ഗതികെട്ട കളിക്കാരാണ് CSKക്ക് ഉള്ളത്. എടുത്തു പറയാം, ആ കാർത്തിക് ശർമ്മ പറഞ്ഞ ഒരു ചങ്ങായി ഉണ്ട്. 14 കോടിക്ക് ഒരു ബോളിൽ മുട്ടിയിട്ട് ഓടാൻ വേണ്ടിയിട്ടാണോ 20 ബോളിൽ 20 റൺ? ഇത് മറ്റേ ടെസ്റ്റിൽ പോലും വേണ്ട ഇങ്ങനത്തെ പ്ലേയേഴ്സിന്. എന്നാ പിന്നെ നമ്മള് പൂജാരേനെ എടുത്താ പോരെ. 14 കോടി കൊടുത്തെടുത്ത മുതല. അപ്പൊ പറയും ആ ചങ്ങായി കഴിഞ്ഞ കളി 50 റൺ 50 അടിച്ചു. ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പുറത്തെ സഞ്ജു ആ മറ്റേ പ്രഷർ എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു പ്രഷർ ബിൽഡ് ചെയ്ത് പൊട്ടാതിരുന്നത്. അപ്പുറത്ത് ഒരു അടിക്കുന്ന അറ്റാക്കിംഗ് മൈൻഡിലുള്ള ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ഇത് അപ്പുറത്ത് ഋതുരാജിന്റെ വകയും ടൊക്ക് മുക്ക്, ഇപ്പുറത്ത് ഇവന്റെ വകയും ടൊക്ക് മുക്ക്. അവസാന ഓവർ വരെ എത്തിച്ചു കളി. അതോ ലക്നൌവിന്റെ ദയ, ദാക്ഷിണ്യം, പിച്ചാന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദിഗ്വേജ് റാത്തി നമ്മുടെ സ്വന്തം ആളാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ദുരന്തറാണ്. അണ്ണാക്കിലേക്ക് പഴം ഇട്ട് കൊടുക്കണ പോലെ ഇട്ട് കൊടുത്തിട്ട് അതിനെ പിടിക്കാൻ വയ്യ. അയ്യോ, വേറെ ഒരുത്തരുണ്ട് ഈ IPL ഏറ്റവും വലിയ വാഴ, നിക്കോളാസ് പുറാൻ. പേരിന് അച്ചട്ടുള്ള കളിയാണ്. ബാറ്റ് ചെയ്യില്ല. ആകെ കളിച്ചിരിക്കുന്നത് മുംബൈയുടെ ഒപ്പമാണ്, ഒരു 60 റൺ. ആ ടീമിന്റെ ഒപ്പം ആര് വേണമെങ്കിലും ഫോം ആവും. ബാക്കി 10 ടീമിന്റെ ഒപ്പം കളിച്ചിട്ട് 120 റൺ അടിച്ചിരിക്കുന്നത്. ഒരു കളിയിൽ 12 റൺ. അണ്ണനും ക്യാച്ച് കൊടുത്താൽ പിടിക്കില്ല. പിന്നെ എന്തിനാണ് നീയൊക്കെ ടീമില്? അവരുടെ പിച്ച കാരണമാണ് ഇന്ന് ജയിച്ചത്. ലാസ്റ്റ് ഓവർ പിന്നെ പന്തു വാവയുടെ കിടു ക്യാപ്റ്റൻസി. ഇത്രയും കിടു ക്യാപ്റ്റൻസി കാരണമാണ് ആ ടീം ഇപ്പൊ ഗതി കെട്ടാത്ത പ്രേതത്തെ പോലെ നടക്കുന്നത്. ലാസ്റ്റ് ഓവർ കൊടുത്തിരിക്കുന്നത് മറ്റേ മാർക്കത്തിന്. ഒന്ന് അതിലും ഭേദം പന്തിന് തന്നെ വന്ന് ചെയ്താൽ പോരെ. ഇങ്ങനത്തെ പഴമൊക്കെ ഇട്ട് കൊടുത്താൽ ആറച്ചാമി എണ്ണൻ 2 സിക്സർ തൂക്കും. ഈയിടെ 2 ഓവർ 20 എന്നൊക്കെയുള്ള രീതിയിൽ വരും. ഇവർക്ക് എങ്ങനെ സിംഗിൾ എടുത്ത് കളിക്കാൻ തോന്നുന്നത്? യു ഹാവ് അഖിൽ ഹുസൈൻ ടു കം, ജാമി ഓവർ ടു കം. 2 പേര് കിടു ഹിറ്റേഴ്സ് ആണ്. ആ സമയത്ത് സിംഗിൾ എടുത്ത് കളിക്കണം. നിന്നെയൊക്കെ നമിക്കണം. തോക്കാഞ്ഞത് ആരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ട്. ആൻഡ് ഇവിടെ മനുഷ്യൻ BP കയറി ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അവിടെ ഡൂടുത്ത പാട്ടിട്ടൊരു പെണ്ണുമ്പോൾ ഡാൻസ് കളിക്കുന്നത്. നീക്ക് ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സോ ഭാഗ്യം കൊണ്ട് ജയിച്ചു. ആൻഡ് ദിസ് 2 points ദാറ്റ്സ് വെരി ക്രൂഷ്യൽ. ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നു. ഒരു പടിയും കൂടി നമ്മൾ അടുത്തു പ്ലേ ഓഫിലോട്ട്. കളി തുടങ്ങിയ സമയത്ത് തന്നെ മനുഷ്യന്റെ ഗ്യാസ് പോയി. എന്തോ അടി അടിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ്. ഈ ചങ്ങായിയൊക്കെ ഇത്രയും കിടുവായി കളിക്കുന്ന പ്ലെയറിനാണ്. എനിക്ക് പഞ്ചാബ് അല്ലേ റിലീസ് ചെയ്ത്.
അടിപൊളി കളി. എന്താ ഷോട്ട്സ് ഒക്കെ, അങ്ങോട്ട് സ്വീപ്പ് അടിക്കും ഇങ്ങോട്ട് സ്വീപ്പ് അടിക്കും. ഋതുരാജിന്റെ ഫീൽഡ് പ്ലേസ്മെന്റ്, ഹി വാസ് ലിറ്ററലി ടോയിങ് ഹിസ് ഫീൽഡ് പ്ലേസ്മെന്റ്. ആജാദായിട്ട് അവിടെ ഫീൽഡറിന് എടുത്ത് ഇപ്പുറത്തേക്ക് അടിക്കും, ഇപ്പുറത്ത് എടുത്ത് അപ്പുറത്തേക്ക് അടിക്കും. എനിക്കറിയാം ഇംഗ്ലീഷ് ഔട്ടായി കഴിഞ്ഞു വെച്ചാൽ ഈ ടീമിന്റെ വെടി പോകുന്നു. കാരണം മിച്ചൽ മാച്ച് ഔട്ടായപ്പോഴേക്ക് വന്നത് പൂരനാണ്. പൂരന്റെ കളി പിന്നെ പറയണ്ടല്ലോ, ക്യാച്ചും കൊടുത്ത് അന്നം പോയി. പന്തുവാവെ ഔട്ടാക്കിയ ഒരു ബോൾ ഉണ്ട്, ഓവർട്ടൺ ആണ് ലിറ്ററലി ഗെയിം ചേഞ്ചർ ആയത്. ആ ഓവറിൽ ഇംഗ്ലീഷിനെയും തൂക്കി, അതേപോലെ തന്നെ പന്തുവാടെ കൊച്ചിയും തെറിപ്പിച്ചു. അപ്പൊ പിന്നെ ഏകദേശം 6 ഓവർ 91 അങ്ങനെ എത്തിയ ടീം 20 ഓവർ 203 അടിച്ചിട്ടുള്ളൂ. ഭയങ്കര കംബാക്ക് തന്നെയാണ്. ടുവേർഡ്സ് ലാസ്റ്റ് ഓവർ ഓവർട്ടണിനെയും അതേപോലെ തന്നെ കമ്പോജിനൊക്കെ മറ്റേ ചെറുക്കും പിടിച്ച് അടിച്ചു ഷഹബാസ, അല്ലെങ്കിൽ അതുപോലെ എത്തിയിട്ടുണ്ടാവില്ല. ഞാൻ വിചാരിച്ചത് ഷഹബാസ് ഒക്കെ വന്നിട്ട് ഓവർട്ടനൊക്കെ പൂശുമ്പോ നമ്മുടെ ബോളിങ്ങിന് എന്തോ പ്രശ്നമാണ്. അതല്ല എന്ന് ലക്നൌവിന്റെ ബോളിംഗ് കണ്ടപ്പോ മനസ്സിലായി. സകല എണ്ണത്തിനിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ടുവേർഡ്സ് എന്റെ ദിഗ്വിജയ് റാത്തിയൊക്കെ തിരിച്ചു വന്നു. ഈയിടെ ആ ദൂബേനെ ദയവ് ഇത് ഫീൽഡിങ് ഇറക്കല്ലേ. കുത്തി വരുന്ന ബോൾ പോലെ അണ്ണനെ തടുത്ത് ഇടാൻ പറ്റില്ല, കൈ കിട്ടില്ല, തടുത്ത് താഴെ വീഴാണ്. ആൻഡ് ഇതിൽ ബ്രെവിസിന്റെ ഒരു റൺ ഔട്ട് ഉണ്ടായിരുന്നു മറ്റേ കളിയില്, ഡയറക്റ്റ് ഹിറ്റായത്. അത് പെട്ട സാധനമാണ്. പക്ഷെ ബ്രെവിസിന്റെ ബാറ്റിംഗ് ഒക്കെ തീട്ടക്കളി. ഇന്നേ വരെ ബ്രെവിസ് ഒരു ലീഗിൽ പോയിട്ട് ഇജാതി തീട്ടക്കളി കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. 11 ബോൾ 9 10. ഇതിനൊക്കെ വേണ്ടി നമ്മുടെ ടെസ്റ്റ് പ്ലേയേഴ്സ് ഉണ്ട്, നിങ്ങളുടെ വിദേശ കളിക്കാരുടെ ആവശ്യമില്ല. എടേ ആ ഊറിൽ പട്ടേലിനെക്കാളും ക്വാളിറ്റി പ്ലെയർ അല്ലേ ബ്രെവിസ്. ആ ഒരു ഇന്റന്റ് ഒന്നും ബ്രെവിസിന് ഇല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു കാർത്തിക് ശർമ്മയുടെ പൊസിഷൻ ഡെഫിനറ്റ്ലി ബ്രെവിസ് വന്നു കഴിഞ്ഞാൽ ബ്രെവിസിന് ഇതിന് നന്നായി കളിക്കാൻ പറ്റും. ഇത് ഒരു ചെറുക്കൻ അവിടെ ഇരുന്ന് മുട്ടിത്തട്ടി ടീമിനെ മുക്കുക, ഈ ചെറുക്കന് പ്രഷർ, ഈ ചെറുക്കന് മുട്ടുക. എന്നാ പിന്നെ എന്തിനാണ് ബ്രെവിസ് ടീമില്? ഭാഗ്യം കൊണ്ടാട്ടെ എന്ന് ജയിച്ചത്, ആരെയൊക്കെ പ്രാർത്ഥന കൊണ്ട്. സോ എങ്ങനെയൊക്കെ ജയിച്ചു, 2 പോയിന്റ് കിട്ടി, പ്ലേ ഓഫിനോട് ഒരു പടി എടുത്തു. അടുത്ത കളി LSG ആയിട്ടാണ്. പിന്നെ RCB വേഴ്സസ് MI കളി ഉണ്ട്, കാണണം തോന്നുന്നു. MI ജയിക്കും തോന്നുന്നു, എനിക്ക് മുംബൈ ജയിക്കുന്നതാണ്. RCB മെല്ലെ തോറ്റ് പുറത്താവട്ടെ. സോ അടുത്ത കളിയിൽ കാണാം.